ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുതിയ യമഹ RX100 യാഥാർത്ഥ്യം എന്ത്? ഒരു കാലത്ത് ക്യാമ്പസുകളുടെ ലഹരിയായിരുന്നു യമഹ RX100. 80-90കളുടെ ആവേശം. യമഹയുടെ ഏറ്റവും ജനപ്രീതി ആർജിച്ച ബൈക്ക്. ഇരമ്പി ആർക്കുന്ന ശബ്ദവും പൊട്ടിത്തെറിച്ചുള്ള കൊതിപ്പും ബൈക്ക് പ്രേമികളുടെ മനസ്സിൽ അണയാതെ കിടപ്പുണ്ട് ഈ ഓർമ്മകൾ. യൗവനത്തിന്റെ തുടിപ്പാണ് നിരത്തിലൂടെ ഓടുന്ന ഓരോ RX100ഉം. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ ഇന്ത്യയിൽ കർശനമായതോടെ 2 സ്ട്രോക്ക് എഞ്ചിനുള്ള RX100നെ നിർത്താൻ യമഹ നിർബന്ധിതരായി. അങ്ങനെ 1996 മാർച്ചിൽ RX100 യുഗം വിപണിയിൽ അവസാനിച്ചു. എന്നാൽ ഇപ്പോൾ യമഹ RX100 തിരിച്ചു വന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ബൈക്കിന്റെ ചിത്രങ്ങൾ കണ്ട് മിക്കവരും ആകാംക്ഷയോട് ചോദിക്കുന്നു, യമഹ RX100നെ പൊന്നും വില കൊടുത്തു വാങ്ങാൻ ആളുകൾ കാത്തു നിൽക്കവേ താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു പുത്തൻ RX100 ഫേസ്ബുക്കിൽ റോന്തു ചുറ്റുകയാണ്. കരുതുന്നത് പോലെ RX100നെ കമ്പനി തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല. തെലങ്കാനയിലെ ഒരു മോഡിഫിക്കേഷൻ സ്ഥാപനത്തിന്റെ കരവിരുതാണിത്. RD350യുടെ പിൻഗാമിയായി വിപണിയിൽ എത്തിയ RX100നെ ഈ സംഘം ഭംഗിയായി റീസ്റ്റോർ ചെയ്തെടുത്തു. ബൈക്കിൽ ഇവർ കൃത്യതയോടെ പൂശിയ ഗൺമെറ്റൽ നിറമാണ് മോഡൽ പുത്തനാണെന്ന പ്രതീതി നൽകുന്നത്. പെയിന്റിങ്ങിൽ എവിടെയും പാകപ്പിഴയില്ല. എഞ്ചിൻ ഘടകങ്ങൾക്ക് ലഭിച്ച കറുപ്പ് നിറം ബൈക്കിന്റെ രൂപഭാവത്തെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. RX100ന്റെ എഞ്ചിൻ ഭാഗങ്ങൾക്ക് യമഹ നൽകിയ ക്രോം അലങ്കാരത്തിന് പകരമാണിത്. പുതിയ എഞ്ചിൻ ഗാർഡും ബൈക്കിൽ ശ്രദ്ധയാകർഷിക്കും. എന്നാൽ വട്ടത്തിലുള്ള ഹെഡ്ലാമ്പിന് ഇവർ നൽകിയ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾ ബൈക്കിന്റെ റെട്രോ ക്ലാസിക് ശൈലിയോട് കാട്ടുന്ന അനീതിയാണെന്ന് പറയേണ്ടി വരും. ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ് ബൈക്കിൽ. ഇരട്ട നിറമുള്ള മൾട്ടി സ്പോക്ക് അലോയ് വീലുകൾ RX100ന്റെ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. യമഹ RX100ന് ആ പഴയ സ്പോക്ക് വീലുകളാണ് ഭംഗി. അതേസമയം അലോയ് വീലുകൾ നൽകിയ സ്ഥിതിക്ക് ബൈക്കിന് ഡിസ്ക് ബ്രേക്ക് നൽകാൻ ഇവർ തയ്യാറായില്ലെന്നതും നിരാശയുണർത്തും. മോഡലിന്റെ മറ്റു ഭാഗങ്ങളിലും ക്രോം അലങ്കാരം നന്നേ കുറവാണ്. പിറകിൽ കാര്യമായ മാറ്റങ്ങളില്ല. ടെയിൽ ലാമ്പിലും ടേൺ ഇൻഡിക്കേറ്ററുകളിലും പഴയ ചാരുത അനുഭവപ്പെടും. മീറ്റർ കൺസോളിലും മാറ്റങ്ങളില്ല. 98cc ഒറ്റ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് ബൈക്കിൽ. 10.84 bhp കരുത്തും 10.39 Nm ടോർക്കും സൃഷ്ടിക്കാൻ സ്റ്റോക്ക് എഞ്ചിന് കഴിയും. 4 സ്പീഡാണ് ഗിയർ ബോക്സ്. മുന്നിൽ ടെലിസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഷോക്ക് അബ്സോർബറുമാണ് സസ്പെൻഷന് വേണ്ടി ഒരുങ്ങുന്നത്. 103 കിലോ മാത്രമാണ് ബൈക്കിന് ഭാരം. ഇക്കാരണത്താൽ പരമാവധി 120 കിലോമീറ്റർ വേഗത്തിൽ കുതിക്കാൻ ബൈക്കിന് പറ്റും. നമ്പർ പ്ലേറ്റിലുള്ള താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറാണ് യമഹ RX100 തിരിച്ചു വന്നോ എന്ന ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. താൽക്കാലിക രജിസ്ട്രേഷൻ കണ്ട് ബൈക്ക് പുത്തനാണെന്ന് പലരും അനുമാനിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യത്തിൽ രജിസ്റ്റർ ചെയ്ത ബൈക്കാണിത്. മലിനീകരണ നിയന്ത്രണ നിയമങ്ങൾ കർശനമായ പശ്ചാത്തലത്തിൽ 2 സ്ട്രോക്ക് എഞ്ചിനുള്ള യമഹ RX100 ബൈക്കുകൾക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടാകില്ല. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ RX135, RX-Z മോഡലുകളുമായി യമഹ കളം നിറയ്ക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആദ്യം ഇറങ്ങിയ RX100 വെട്ടിപ്പിടിച്ച പ്രശസ്തിയുടെ 7 അയലത്ത് വരാൻ പുതുതലമുറ RX ബൈക്കുകൾക്ക് കഴിയാതെ പോയത് കാലം കാത്തുവെച്ച കാവ്യനിധി.